ഹലോ നമസ്കാരം, ഷിയാബാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഗൾഫ് പ്രോഗ്രാം റിയാദിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ മോളെ കാണിച്ചിരുന്നു. മോള് കുറച്ചൊന്നൊരു വലുതായതിന് ശേഷമാണ് ഇക്കമാർ ഗൾഫിൽ നിന്ന് വരുന്നത്. അവരൊക്കെ വരുമ്പോൾ ഈ പെട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ഒരു അതിശയമാണ്. അപ്പോൾ എന്നോട് അന്നേ പറയും, നിങ്ങൾ പോയിക്കോളിന്ന് ദുബായിക്ക് പോയിക്കോ, ഗൾഫിക്ക് പോയിക്കോ, എന്നിട്ട് പെട്ടി കൊണ്ടുവരുന്നൊക്കെ. എന്തായാലും ഇപ്രാവശ്യത്തെ പോക്ക് ഞാൻ അവൾക്കും കൂടിയുള്ളൊരു പോക്കാണ്. അവൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം. അവൾ ആ ഒരു ഹാപ്പിനെസ് കാണണം. എന്തായാലും ഞാൻ പോകുമ്പോൾ കിടന്നുറങ്ങാണ്, ഞാൻ എണീപ്പിക്കണില്ല. ചെക്കൻ ഇതാ ഒരു സൈഡി എടുക്കണം, മോള് ഇതാ ഒരു സൈഡി എടുക്കണ്, റാമത്ത് ഇവിടെ ഉണ്ട്. ഇതാ എന്തായാലും പോയിട്ട് വരാം. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഷാഫി കൊല്ലം ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഉണ്ടായിരുന്നു. വരൂ ബ്രോ, വരൂ വരൂ. അപ്പോൾ അതാ ഞങ്ങൾ റൂമിലെത്തി. ഞാൻ വീഡിയോ ഒന്നും നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫോണ് കുറച്ച് ചാർജ് കുറവുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ബ്രോ നസീം ബ്രോ, ഹലോ ഹായ്. ഇതാണ് നമ്മുടെ റൂം. ഇത്ര നേരം നല്ല ഉറക്കായിരുന്നു, ഇപ്പം എണീറ്റിട്ടുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറങ്ങിയാണ്. ഷെയ്ഖ് അവിടെ റൂമിലുണ്ട്, ഷാഫിക്ക് അപ്പുറത്തെ റൂമിലുണ്ട്. നേരെ സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഷാഫിക്കും ഷെയ്ഖ് ഉണ്ടായിരുന്നു, നസീം ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ബാക്കി നാളെ സ്റ്റേജിൽ. അൽഹംദുലില്ലാ പ്രോഗ്രാം എല്ലാം അടിച്ചു പൊളിച്ച് അന്നത്തെ ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി. ഒറ്റ ലക്ഷ്യമുള്ളൂ, നേരം വെളുത്തു, മകളെ ആഗ്രഹം തീർക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് പോകുന്നത് എൻ്റെ സുഹൃത്ത് ആബിദിന്റെ വണ്ടിയിലാണ്. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് യാത്ര തുടരാനുണ്ട്. വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ലൊക്കെ ഇട്ടിട്ട് പിന്നെ നേരെ റൂമിലേക്കാണ്. ഇനി അത് പാക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്ത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എത്തിയിരുന്നു. പല സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് വരാൻ പറ്റിയില്ല, കാരണം ജോലിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്തായാലും ഞങ്ങൾ പോവാണ് കേട്ടോ. ജോയി ചേട്ടനും നസീമാണ് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയത്. എയർപോർട്ടിലെത്തി നേരെ നാട്ടിലേക്ക് പറന്ന് ഇപ്പോൾ നാട്ടിലെത്തിയതാ. ഞങ്ങൾ പെട്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഞാൻ കറക്റ്റ് ഉച്ചക്ക് 1:30 വീട്ടിലെത്തി. മകൾക്ക് എക്സാം ഉണ്ട്. മകളെ വിളിക്കാൻ വേണ്ടിയിട്ട് ബാബി പോയിരിക്കുകയാണ്, വന്നിട്ടുണ്ട്. എന്താണ് മുഖത്തെ ഭാവങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാട്ടാ. ലാച്ചു തമാശക്ക് കളിയാക്കിയപ്പോൾ നമ്മൾ അടിക്കാൻ പോയി. ആ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എന്നെ അപ്രതീക്ഷിതമായിട്ട് കണ്ടത്. അവളെ മുഖത്തെ ചിരി കാണാം. പിന്നെ എന്റെ ചെക്കന്റെ എൻട്രി വരുന്നിട്ടാ. ഞാൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ആള് റിയാക്ഷൻ ആണ്. പിന്നെ ഞാൻ മെയിൻ കാര്യമായിട്ടുള്ള പെട്ടി പൊളിക്കാൻ നിന്നത്. ഒരു പെട്ടി പൊളിച്ചിട്ട് എല്ലാവരും കാണിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോട് ചെയ്തതല്ല. ഈ ഒരു യാത്ര, ഈ ഒരു പെട്ടി കൊണ്ടുവരല്, ഇത് പൊളിക്കലൊക്കെ എനിക്ക് തീർച്ചയായിട്ടും വലിയൊരു ആവശ്യമായിട്ട് മാറിയിരുന്നു. മക്കളെ ഹാപ്പിനെസ് അത് തോമൾക്ക് പാവ് കൊടുത്ത സമയത്ത് തോമൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേ സമയത്ത് ഒരാളപ്പുറത്ത് ഭയങ്കര കരച്ചിൽ, ഫുൾ ടൈം മുട്ടായി തിന്നാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളെ സ്റ്റാർ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇഷാൻ മോൻ, ഇക്കടെ മോനാണ്. അപ്പോൾ എൻ്റെ മോളെ ആഗ്രഹമായിരുന്നു ഞാൻ ഗൾഫിൽ പോവാൻ. അതായത് ഇക്കമാര് അൽഹംദുലില്ലാ മക്കമാരെപ്പോഴും പുറത്ത് പോയിട്ടൊക്കെ അവർ വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടികൾ കൊണ്ടുവരും. കുടുംബക്കാർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് വീതിച്ച് എല്ലാ സാധനവും കൊണ്ടുവരും. അപ്പോൾ എൻ്റെ മോൾക്ക് കുറച്ച് ഒരു ബോധം വെച്ച സമയത്താണ് ഇക്കമാര് എന്ത് ചെയ്യണത്, പെട്ടി കൊടുത്ത് പോലെ. അപ്പം എന്നോട് നിങ്ങൾ പോയിക്കോളിന്ന് ഗൾഫിൽ പോയിക്കോ, പെട്ടി കൊണ്ടാ പൊളിച്ചോ. എന്നിട്ട് എന്നെ അന്ന് പറഞ്ഞാൽ തുടങ്ങിയതാ. ഇപ്പൊ പോയി. സന്തോഷ ഇഷ്ടായ എപ്പോഴും പോകുമ്പോ ഇതൊക്കെ കൊണ്ടുവരില്ല കേട്ടാ. എപ്പോഴും കൊണ്ടുവരും. കൊണ്ടുവരാ